എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രാണായാമയാണ്. വേറെ ഒന്നുമല്ല, ഉജ്ജയി പ്രാണായാമ എന്ന് പറയും. അപ്പം ഇന്ന് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ആംബിയൻസിൽ തന്നെ നിങ്ങൾക്കും എൻ്റെ ഒപ്പം തന്നെ ചെയ്യാം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഏർലി മോർണിംഗിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രാണായാമമാണ് ഉജ്ജയി പ്രാണായാമം. ഈ ഉജ്ജയി എന്ന് പറയുന്നത് തന്നെ വിക്ടറി എന്നാണ്, വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. വിജയം എന്ന് പറയുന്നത് ജയി, അതായത് നമ്മൾ ലൈഫിനെ ജയിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഉജ്ജയി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഉജ്ജയി പ്രാണായാമം ചെയ്താൽ എന്താണ് അതുകൊണ്ടുള്ള ഫലം എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രെത്ത് വർക്കാണ് ഉജ്ജയി പ്രാണായാമം. അപ്പോൾ അതിൻ്റെ പല വേരിയേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു ട്യൂട്ടോറിയലായിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ വളരെ ലളിതമായിട്ട് തുടങ്ങി എങ്ങനെ അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയാം. പക്ഷേ ഉജ്ജയി പ്രാണായാമം ഞാൻ യൂഷ്വലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ എനിക്കത് ഉപകാരപ്രദമായത് ആസിഡ് റിഫ്ലക്സ് മൂലമുള്ള തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ വരുമ്പോൾ, അതായത് വയറ് സംബന്ധമായിട്ട് പലപ്പോഴും തൊണ്ടയിൽ ഇൻഫെക്ഷൻ പലർക്കും വരാറുണ്ട്. പക്ഷെ അവരെപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അത് അവരുടെ എന്തോ ലങ്സിന് പ്രശ്നമായിട്ടാണ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അസിഡിറ്റി വളരെ കഠിനമായി വന്ന് ആസിഡ് മുകളിലേക്ക് പോയി തൊണ്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കഫക്കെട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നതിനെ തുടർന്ന് ഒത്തിരി സിംഗേഴ്സിന്, അതായത് പാട്ടുകാർക്കൊക്കെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നതാണ് ലാരിഞ്ചൈറ്റിസ്, പാരഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ, നമ്മുടെ സൗണ്ട് ബോക്സിന് വരുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ ഈ ഇൻഫെക്ഷനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ഉജ്ജയി പ്രാണായാമം. ഈ ഉജ്ജയി പ്രാണായാമം നമ്മൾ 2-3 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മ്യൂക്കസ് വളരെ റിലീസ് ചെയ്ത് നമ്മുടെ ആ വാൾസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മ്യൂക്കസൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ഈ ഉജ്ജയി പ്രാണായാമം കൊണ്ട് കഴിയും. അപ്പോൾ വളരെ പ്രാക്ടിക്കലി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് പ്രാണായാമംസ് ആണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാറ്. അപ്പം നമുക്ക് അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഉജ്ജയി പ്രാണായാമം മാത്രമാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നടു നിവർത്തിയിരിക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ എപ്പോഴും ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ വൈഡാക്കി വയ്ക്കുക. അതുപോലെ ഇടത് കൈ എപ്പോഴും ചിൻ മുദ്രയിൽ നമ്മൾ ഇവിടെ റിലാക്സ് ആക്കി വയ്ക്കുക. നമ്മൾ ഉജ്ജയിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൈയിൻ്റെ ഉപയോഗം ഇല്ല, എന്നാൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വയറിലൊന്ന് പിടിക്കാനോ ഒക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വലത് കൈ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് വളരെ ലളിതമായിട്ട് തുടങ്ങാം. അതായത് നമ്മൾ ശ്വാസം ദീർഘമായിട്ട് വലിച്ചതിന് ശേഷം, ഇതിൻ്റെ ഏറ്റവും ബിഗിനർ ലെവൽ എന്ന് പറയുന്ന നമ്മൾ ഹാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ശ്വാസം വലിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അത് വളരെ ലൈറ്റായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്വാസം ദീർഘമായിട്ട് എടുക്കുക. അപ്പം നമ്മൾ ആ സൗണ്ട് ബോക്സിൽ കുറച്ചൊന്ന് പ്രഷർ കൊടുത്തിട്ട് അതിനെ ഒന്ന് മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ഈ പ്രാണായാമം ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, വായ അടച്ചുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് ബോക്സിനെ പ്രഷർ കൊടുത്തിട്ട് തന്നെ എക്സെയിൽ, അതായത് ആ ശബ്ദം നമുക്ക് ഓഷ്യൻ സൗണ്ട്, അതായത് കടലിൻ്റെ ശബ്ദം കേൾക്കണം ഉജ്ജയി പ്രാണായാമം ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കടലിൻ്റെ സൈഡിൽ തന്നെ ഇന്ന് വന്ന് ഉജ്ജയി പ്രാണായാമം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത്? ഇങ്ങനെ ശ്വാസം എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ശ്വാസം വിടുന്നത്. ഈ ശ്വാസം വിടുമ്പോൾ നമ്മൾ ചില സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്, ഓഷ്യൻ സൗണ്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഓഷ്യൻ സൗണ്ട് ഉണ്ടാക്കണമെന്നില്ല. നമുക്ക് ആ ഒരു കടലിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഒരു നാദം, അതായത് കടലിൻ്റെ നാദം നമ്മൾ തന്നെ കേൾക്കുക എന്നുള്ളതാണ് ഉജ്ജയി പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ശ്വാസം എടുക്കുന്നു, കുറച്ചൊന്ന് ത്രോട്ട് കൺസ്ട്രിക്റ്റ് ആക്കുക, ശേഷം ശ്വാസം വിടുന്നത് ചുണ്ടുകൾ അടച്ചു വെച്ച് തന്നെ നമ്മൾക്ക് ശബ്ദം കേൾക്കുന്ന ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എക്സലേഷൻ കൊടുത്തുകൊണ്ട്
നമ്മൾ ശ്വാസം വിട്ട് കളയുക. ഇനി നമുക്കിതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. രണ്ട് തവണ കൂടി പ്രാക്ടീസ് ചെയ്യാം. ഒന്നുകൂടി. ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, യൂഷ്വലി എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഉജ്ജയി പ്രാണായാമം ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മളുടെ തൊണ്ട ഒന്ന് കൺസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഇവിടെ ഒരു കുഴിയുണ്ട്, ഈ കുഴി നമുക്ക് കുറച്ച് കുഴിഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ശ്വാസം എടുക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്യാതെ തന്നെ കുറച്ചൊരു പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കുഴി കാണാൻ പറ്റുന്നില്ല, ആ രീതിയിൽ നമ്മൾ ശ്വാസം തൊണ്ടയിലൂടെ എടുക്കുക എന്നൊന്ന് മൈൻഡ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ശ്വാസം വിടുന്നത് വായ അടച്ചുകൊണ്ട് കുറച്ചൊരു പ്രഷർ കൊടുത്തുകൊണ്ട്, തൊണ്ടയിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ശ്വാസം വിടുക. അങ്ങനെ നമ്മളൊരു 5 തവണ ഇതിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തൊണ്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ കഫക്കെട്ടും നമുക്ക് റിലീസ് ചെയ്യാനും ത്രോട്ട് ക്ലിയർ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾക്കൊരു ഉന്മേഷം, എനർജൈസിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു രാവിലെ തന്നെ നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഉന്മേഷം തരാനും ഇത് വളരെ നല്ലതാണ്. അത് കൂടാതെ നമുക്കൊരു സ്ട്രെസ്സ് അതല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ നല്ല പോലെ ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ എത്തുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് കൂടി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പറഞ്ഞു തന്നിരിക്കുന്ന ഇതേ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മൂന്നാമത്തെ ലെവലിലേക്ക് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഒരു രീതിയിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 പ്രാക്ടീസ് ചെയ്ത് പതുക്കെ നമ്മൾ മൂന്നാമത്തെ ലെവലിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നടുനിവർത്തി എത്ര തവണ എന്ന് പറഞ്ഞാൽ 5 തവണ വെച്ച് നമ്മൾ ഈ 3 ലെവലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 15 ടൈംസ് ആവും. അതേപോലെ തന്നെ ശ്വാസം എടുക്കേണ്ട ഗതി ഞാൻ പറഞ്ഞു തന്നു. ഇരുന്ന് ഏത് സിറ്റിംഗ് പൊസിഷനിലോ ചെയറിലോ ഇരുന്ന് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നടു നിവർത്തിയിരിക്കുക. ഇനി ഏത് സമയത്തൊക്കെ നമുക്കിത് ചെയ്യാമെന്ന് വെച്ചാൽ വെറും വയറ്റിൽ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സമയം പറഞ്ഞു, എത്ര തവണ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ആ ഒരു ത്രോട്ടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അറിയാൻ പറ്റുന്നില്ലേ, നമ്മളുടെ ഈ വലത് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഇത് കറക്റ്റായിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഇടത് കൈ നമ്മൾ ചിന്മുദ്രയിൽ വയ്ക്കുന്ന കാര്യവും ശ്രദ്ധിക്കുക, നടി നിവർത്തുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുറച്ച് റൂൾസ് നമ്മളൊന്ന് ഫോളോ ചെയ്യുക. കൂടാതെ വളരെ ലൈറ്റായിട്ട് ഇത് മാത്രം ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഉജ്ജയി പ്രാണായാമം മാത്രം ഒന്ന് ചെയ്തു നോക്കുമ്പോൾ ഇതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് നമുക്കൊരു 3-4 ദിവസം ഇതിനു വേണ്ടി മാത്രം വയ്ക്കാം. പിന്നെ ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്ന പ്രാണായാമം എന്നുള്ളത് അത് വേറൊരു ദിവസമായിട്ട് ചെയ്തു നോക്കുക. എന്നാലാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഫലം എന്താണ്, അതുകൊണ്ടുള്ള ഫലം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള BP കുറയ്ക്കാനും അതുപോലെ തന്നെ അസിഡിറ്റിക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.